ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ BJP തോൽക്കാൻ വേണ്ടി ആരുമായും കൂട്ടുപിടിക്കുമെന്ന്. അതിൽ SDPIയും ഗ്രീൻ ആർമിയും ഒക്കെ ഇതിനകം തന്നെ ഇറങ്ങി വോട്ട് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഇറക്കിയിരിക്കുകയാണ്. അതിലെ ലഘുലേഖകൾ അടക്കം ഇപ്പോൾ CPIM ആ ലഘുലേഖകളുടെ പ്രിന്റ് ഔട്ട് അടക്കം ഈ പള്ളികളിൽ വിതരണം ചെയ്യുന്നു. പള്ളികളെ വർഗീയ പ്രചാരണത്തിന്റെ വേദിയാക്കുന്നതിനോട് മുസ്ലിം ലീഗ് യോജിക്കുന്നുണ്ടോ? SDPI അങ്ങനെ ചെയ്യുമ്പോൾ ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. വിതരണം ഈ പള്ളികളെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കുന്നതിനോട് പോലും ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ പള്ളികൾ എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെ എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു കേന്ദ്രങ്ങളിൽ ആ സമുദായത്തിൻ്റെ നിലപാട് അവിടെ പറയും. അത് പള്ളികളിൽ പറയും, ചർച്ചുകളിൽ പറയും. സ്വാഭാവികമായി പാലക്കാട് പോലത്തെ ഒരു മണ്ഡലത്തിൽ ഒരു വർഗീയ സംഘത്തിന് ഇടം കിട്ടാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ അവിടെ ഉണ്ടാകും. അത് നോട്ടീസ് വിതരണം ചെയ്യുന്നവർ ആരാണെന്നോ അവിടെ നോട്ടീസ് ഏതാണെന്നോ പള്ളിക്കകത്തല്ല, അത് തെരുവിൽ വെച്ച് റോട്ടിൽ വെച്ചാണ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഈ നിയോജക മണ്ഡലത്തിലെ പള്ളിയിൽ പോയ ആളാണ്. നിങ്ങൾ പറഞ്ഞ നോട്ടീസ് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഞാൻ പറയാം, UDF എന്നോ LDF എന്നോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നോട്ടീസ് കണ്ടിട്ടില്ല. ഞാൻ വായിച്ച നോട്ടീസിനകത്ത് ഞാൻ പറയാം സുജയ, ഞങ്ങൾ വായിച്ച നോട്ടീസിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് കണ്ട നോട്ടീസിനകത്ത് അങ്ങനെ BJP കിടന്ന് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഇനി നിങ്ങൾ കയ്യിൽ അങ്ങനെ നോട്ടീസ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ നിലപാട് ഉണ്ട്. ഞാൻ പറയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ സമ്മതിദാനാവകാശം. BJP CPIM ഡീലിനെ പരാജയപ്പെടുത്തുക. മൂന്നാമത്തെ സ്ഥാനാർത്ഥി ആരാ? അല്ല, ആ പറഞ്ഞത് കാര്യം ചോദ്യം ചോദിക്കേണ്ട SDPIയുടെ പ്രതിനിധിയോടാണ്, ലീഗിന്റെ പ്രതിനിധിയോടാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന പാലക്കാടിലെ മുഴുവൻ ജനങ്ങളോടുമാണ്. അവർ വിളിക്കുന്ന കൊടി ഞങ്ങളുടെ പ്രശ്നമല്ല, അവർ വിളിക്കുന്ന മുദ്രാവാക്യമല്ല. ഞങ്ങൾ പറയുന്ന RSSനെതിരെ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം, BJPക്കെതിരെ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം ഇവിടെ രാഹുൽ നടത്തുന്നു. അതിന് BJP ഏതെങ്കിലും തരത്തിൽ ജയിച്ചു കയറാമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്വപ്നങ്ങളെ തകർത്തുകളയാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരു പാർട്ടിയോട് ഞങ്ങൾ